ഇനി ഞങ്ങൾ സംസാരിക്കാൻ പോണത് എടിയന്മാരെ കുറിച്ചാണ്. ഞങ്ങളുടെ പള്ളികളിലും ഞങ്ങളുടെ സഭകളിലും പല ഇടയന്മാരുണ്ടാവും. അവർ ഞങ്ങൾക്ക് നല്ല കാര്യങ്ങൾ, ദൈവത്തിനെ കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്യും. ചിലപ്പോൾ ഞങ്ങളെ വഴക്കും പറയും, ചിലപ്പോൾ ഞങ്ങളെ സാക്ഷിക്കുകയും ചെയ്യും. പക്ഷേ എല്ലാം നല്ലത്. ദൈവം ഒരു കാര്യം പറയുന്നുണ്ട്. എസെക്കിയേലിന്റെ പുസ്തകത്തിൽ 34 അധ്യായത്തിൽ നല്ല ഇടയന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അവിടെ പ്രത്യേകിച്ച് പറഞ്ഞത് ദൈവം തന്നെ, ഞങ്ങളുടെ പിതാവായ ദൈവം തന്നെ ഇറങ്ങി വന്ന് ഞങ്ങളെ നയിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഞങ്ങളുടെ പിതാവായ ദൈവം വെളിച്ചം, പുത്രനായ വചനം വന്ന് മാംസമായി തീർന്ന് കർത്താവിൻ്റെ രൂപത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു നല്ല ഇടയനായി മാറി. നല്ല ഇടയനായി മാറിയിട്ട് കർത്താവ് തന്നെ അത് പറയുന്നുണ്ട്. യോഹന്നാൻ 10:11 കർത്താവ് തന്നെ പറയുന്നത്, ഞാനാണ് നല്ല ഇടയൻ. അത് എസെക്കിയേൽ പ്രവാചകന്റെ 34-ാമത്തെ ചാപ്റ്റർ ഒന്ന് വായിച്ചാൽ മതിയായിരുന്നു. അതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ കള്ള പ്രവാചകന്മാരുണ്ട്. അത് എസെക്കിയേലിന്റെ പുസ്തകത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ അത് എഴുതിയിട്ടുണ്ട്. കള്ള പ്രവാചകന്മാർ അവർ ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾ പറയും. പിന്നെ അതുപോലത്തെ ഇടയന്മാർ ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഓരോരോ കാര്യങ്ങൾ പറയും, ദൈവത്തിൻ്റെ കാര്യം പറയത്തില്ല. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു എന്താ പറഞ്ഞ്, ഞാനാണ് നല്ല ഇടയൻ. ഇനി യോഹന്നാൻ 14-ാമത്തെ അധ്യായത്തിൽ കർത്താവ് എന്താ പറയുന്നത്, കർത്താവിൻ്റെ ആത്മാവ് സത്യത്തിൻ്റെ ആത്മാവ്. അത് യോഹന്നാൻ 14:17, 26 വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കർത്താവിൻ്റെ വചനങ്ങൾ വായിച്ച് കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചാൽ മതി നമുക്ക്. എന്നിട്ട് കർത്താവ് എന്താ പറയുന്നത് വെച്ചാൽ, കർത്താവിനെ അനുഗമിക്കുന്ന കാരണവും കർത്താവിൻ്റെ കൂടെ നടക്കുന്ന കാരണവും കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിക്കാട്ടിലും കൂടുതൽ നല്ല പ്രവൃത്തികൾ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം കർത്താവ് പിതാവിൻ്റെ അടുത്തും വെളിച്ചമായ പിതാവിൻ്റെ അടുത്തും ഞങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളായി തീരുന്ന കാരണവും ഇപ്പം ഞങ്ങൾക്ക് മനുഷ്യർക്ക് അവിടെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് കർത്താവുള്ള കാരണം കർത്താവിനോട് എന്തെങ്കിലും അപേക്ഷിച്ച് കഴിഞ്ഞാൽ പിതാവ് അത് സാധിച്ചു തരും. യോഹന്നാൻ 14:12-13 ഒരു വട്ടം കൂടി വായിച്ചു നോക്കുക.